Friends, the BJP means progress. BJP means development. Narendra Modi government has prioritized the development of Palakkad, and we as a party are committed for the development of Palakkad into a vibrant, prosperous industrial hub. In 2015, Narendra Modi government established the IIT Palakkad. It is done with the objective of making Palakkad a higher education hub. Today, many people, many young people from Kerala come to my city of Bengaluru for education and employment. But we want to reverse this. We want to stop this migration, which is why in 2015, to make Palakkad a hub for higher education, technical education, Narendra Modi government started the IIT in Palakkad. In the Ottapalam, Defence Park is being started. The industrial smart city is being developed at a cost of 3,800 crores. The railway stations in and around Palakkad are being transformed and are being made as good as airports. And take it from me, after you elect Krishna Kumarji as the MLA, all of these projects will get more momentum and more than 50,000 jobs will be created for the young people of Palakkad. 50,000 jobs will be created for the people of Palakkad. Wherever I go in Kerala, even today when I was interacting with our Karyakartas, almost from every family, there is one individual, one youngster who comes to Karnataka and Bangalore for education and job. You elect Krishna Kumarji as your MLA, and in Palakkad we will create 50,000 jobs in the next 3 years. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ വികസനമാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പുരോഗതിയാണ്. നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിന്റെ വികസനത്തിന് പ്രതിജ്ഞാബദ്ധമാണ്. നമുക്കറിയാം, പാലക്കാടിനെ ഒരു വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റുക, അതാണ് BJPയുടെ ലക്ഷ്യം. 2015 നമ്മൾ പാലക്കാട് IIT നിർമ്മിച്ചു കൊടുത്തു. ഇപ്പോൾ പാലക്കാടിനെ ഒരു വ്യാവസായിക കേന്ദ്രമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്നും വിദ്യാഭ്യാസത്തിനായും ജോലിക്കും വേണ്ടി ബാംഗ്ലൂരിൽ വരുന്നു. ആ ആളുകള് അങ്ങോട്ട് കുടിയേറുകയാണ്. നമ്മുടെ ലക്ഷ്യം അത് തിരിച്ച് അതിൻ്റെ വിപരീതമായ കുടിയേറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അതിനുവേണ്ടിയാണ് നമ്മൾ പാലക്കാട് IIT കൊണ്ടുവന്നത്. അതിൻ്റെ ഉദ്ദേശം പാലക്കാടിനെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒറ്റപ്പാലത്ത് രാജ്യരക്ഷാ മന്ത്രാലയത്തിൻ്റെ പാർക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 3800 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, വ്യാവസായിക സ്മാർട്ട് സിറ്റി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ആ സ്റ്റേഷനുകൾ വലിയ തോതിൽ വിമാനത്താവളത്തോളമുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ശ്രീ കൃഷ്ണകുമാറിനെ നിങ്ങൾ ജയിപ്പിച്ചാൽ ഈ പ്രവർത്തനത്തിന്റെ വേഗത 10 മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കേരളത്തിൽ എവിടെ പോകുമ്പോഴും, ഇന്ന് രാവിലെ അടക്കം വീടുകളിൽ പോകുമ്പോൾ കാണാൻ സാധിച്ചു, എല്ലാ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും
കർണാടകയിലേക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി വന്നിരിക്കുന്നു. നാളെ പാലക്കാട്ടേക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്ന അന്തരീക്ഷം വരാൻ പോകുകയാണ്. Friends, you also are aware that Narendra Modi government, the BJP government, has prioritized the drinking water needs of Palakkad. Under the Amrit program, Palakkad municipality has received grants to rejuvenate the drinking water system in Palakkad. Today, thanks to the Amrit program of Narendra Modi government, Palakkad municipality is getting fresh water, drinking water to every house in Palakkad 365 days 24/7. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പാലക്കാടിന്റെ കുടിവെള്ള വിഷയം വളരെയധികം മുൻഗണന കൊടുത്തു. നമുക്കറിയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയെ അമൃത് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി. അതിന്റെ ഭാഗമായി നമ്മുടെ കുടിവെള്ള പദ്ധതിയെ അതിനെ പുനരാവിഷ്കരിച്ചു. ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അമൃത് പദ്ധതിയിൽ നൽകിയ പണത്തിന്റെ ഫലമായി പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയിൽ 365 ദിവസവും 24 മണിക്കൂറും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. My dear friends and Karyakartas, if development of Palakkad is one reason to vote for BJP and make Krishna Kumarji win in this election, the other most important reason is the protection of our religious places, of our agricultural lands, of our churches and temples from the illegal encroachment of the Waqf board. I am a member of the Joint Parliamentary Committee that is studying the Waqf Act, and I want to attract your attention to how draconian, how dangerous this Waqf Act of 1995 is. I want to tell all of you that today, all over the country, the Waqf board claims ownership rights over 9 lakh properties. The extent of land is around 38.5 lakh acres. 38.5 lakh acres all across the country. It is much, much larger than many European countries. But even after having 38.5 lakh acres under their ownership and control, the Waqf board is still determined to illegally encroach your property, your agriculture property, churches, entire villages, temples that are 1,000, 2,000 years old. It is important for us to rise up to the occasion and put a full stop to this illegal encroachment of the Waqf board. സുഹൃത്തുക്കളെ, വികസനം ഒരു വിഷയമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രാധാന്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, നമ്മുടെ പൈതൃക ഭൂമി, നമ്മുടെ മതപരമായ സംവിധാനങ്ങൾ ഇവ സംരക്ഷിക്കുക എന്നുള്ളത്. ഇന്ന് രാജ്യത്ത് ഈ കാര്യങ്ങൾക്കൊക്കെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ബോർഡ് നമ്മുടെ കിടപ്പാടത്തിന്, നമ്മുടെ കൃഷിഭൂമിക്ക്, നമ്മുടെ അമ്പലങ്ങൾക്ക്, ക്രിസ്ത്യൻ പള്ളികൾക്ക്, നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കൊക്കെ അവർ അവകാശം ഉന്നയിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാർലമെന്റിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി, പുതിയ വഖഫ് ബോർഡിനെ പറ്റി പഠിക്കാനുള്ള കമ്മിറ്റിയുടെ അംഗമാണ്.
ഞാനൊരു കാര്യം പറയാം. ഈ 1995 ഈ കിരാതമായ നിയമം ഉപയോഗിച്ചുകൊണ്ട് എത്ര ഭീകരമായ അവസ്ഥയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? ഇന്ന് ഈ രാജ്യത്ത് 9 ലക്ഷം ഭൂവസ്തുക്കൾക്ക് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അതിന്റെ വിസ്തീർണം എത്രയാണെന്നറിയോ? 38.5 ലക്ഷം ഏക്കർ ഭൂമി അവർ കൈവശപ്പെടുത്താൻ ഇന്നിതാ ശ്രമം തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ ഭൂമി 38 ലക്ഷം ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ മൊത്തം വലുപ്പത്തേക്കാൾ വലുതാണ്. ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥ ഇവിടെ സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ അവർ വീണ്ടും നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ അമ്പലങ്ങൾ, നമ്മുടെ ക്രിസ്ത്യൻ പള്ളികൾ, നമ്മുടെ കൃഷിഭൂമികൾ ഇതൊക്കെ കൈവശപ്പെടുത്താൻ ഇതാ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. Friends, what is this Waqf Act? I want to take a couple of minutes to explain to you how the Congress government in 1995 and in 2013 created this Waqf Act and gave the Waqf Board so much power to declare any property that the Waqf Board believes to be its own as Waqf property. Friends, in 1996 there was a general elections. 8 months before general elections, Congress party in the center brought a new Waqf Act. And in 2014, there was again general election. And in 2013, Congress government brought more amendments to the Waqf Act. And in both these amendments, in 1995 and in 2013, just before general elections, to give gift to the Muslim community, they gave unbridled powers, draconian powers to the Waqf Board. Now what did they do? One, up to 1995, if there was any dispute or litigation between any person and the Waqf Board, people had to go to civil court, just like any other person. For example, if you and me have any issue with our land, which court do we go? We go to civil court. We put OS and we start fighting in the court. But in 1995, Congress government brought a rule in the Waqf Act. They said, if you have any problem with the Waqf Board, you cannot go to civil court, you have to go before the Waqf court. They introduced the Waqf tribunal. If you have a problem with your land and a temple land, you have to go before civil court. If you have problem with your land and a church land, you have to go before civil court. But when it comes to Waqf, if you have a problem with your land and the Waqf Board, you cannot go to civil court, you have to go before the Waqf court. One country, one constitution, but two sets of rules. How can we accept this? ഇവിടെ വഖഫ് നിയമത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, 1995-ലും 2013-ലും ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ ഇവിടുത്തെ വഖഫ് നിയമം പുതിയതായി കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പുതിയ ഭേദഗതി കൊണ്ടുവരികയും ചെയ്തു. എപ്പോഴാണ് കൊണ്ടുവന്നത്? ആദ്യം നിയമം കൊണ്ടുവന്നത് 1995 തെരഞ്ഞെടുപ്പിന് 8 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ, 96-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 8 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ. പിന്നീട് ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് എപ്പോഴാണ്? അത് 2013-ലാണ്. ആ 2013-ൽ 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്
ഏതാനും മാസങ്ങളുള്ളപ്പോഴാണ് അതിന് ഭേദഗതി കൊണ്ടുവന്നത്. എന്താണ് 1995 വഖഫ് നിയമം പറയുന്നത്? ഞാൻ ലളിതമായി പറയാം. നമ്മുടെ നാട്ടില് സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനും നിങ്ങളും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ ഇവിടുത്തെ സിവിൽ കോടതിയെ സമീപിക്കും. എന്നിട്ട് OS ഒറിജിനൽ സൂട്ടോ അല്ലെങ്കിൽ പെറ്റീഷനോ ഫയൽ ചെയ്തിട്ട് നമ്മൾ വ്യവഹാരം നടത്തും. ഈ രാജ്യത്ത് ഒരു അമ്പലവും നിങ്ങളുമായി സ്വത്ത് തർക്കമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ സിവിൽ കോടതിയിൽ പോകണം. നിങ്ങളും ഒരു പള്ളിയുമായി, ക്രിസ്ത്യൻ ദേവാലയവുമായി സ്വത്ത് തർക്കമുണ്ടായാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഒരു സിവിൽ കോടതിയിൽ പോകണം. പക്ഷേ 1995 നിയമം പറഞ്ഞു, നിങ്ങളും വഖഫ് ബോർഡും തമ്മിൽ എന്തെങ്കിലും സ്വത്ത് തർക്കമുണ്ടായിരുന്നെങ്കിൽ അത് മറ്റു സ്ഥാപനങ്ങളുമായി അല്ലെങ്കിൽ വ്യക്തികളുമായി തർക്കമുണ്ടാകുന്നത് പോലെ തന്നെ സിവിൽ കോടതിയെ സമീപിക്കണമായിരുന്നു. എന്നാൽ 1995 കോൺഗ്രസ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. മേലാൽ ആരെങ്കിലും വഖഫ് ബോർഡുമായി സ്വത്ത് തർക്കമുണ്ടെങ്കിൽ അവർക്ക് സിവിൽ കോടതിയെ സമീപിക്കാൻ അധികാരമില്ല, അവർക്ക് ട്രൈബ്യൂണലിൽ തന്നെ പോകണം. അപ്പൊ എന്താ അവസ്ഥ? നിങ്ങളും അമ്പലവും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടെങ്കിൽ സിവിൽ കോടതി, നിങ്ങളും ക്രിസ്ത്യൻ ദേവാലയവും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടെങ്കിൽ സിവിൽ കോടതി, നിങ്ങളും വഖഫും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ. ഒരു രാജ്യം രണ്ടു തരത്തിലുള്ള വ്യവഹാര നടപടിക്രമം അത് ഈ രാജ്യത്ത് കോൺഗ്രസുകാർ കൊണ്ടുവന്നു.